മലയാളി ക്ലാസുകളിലെ അവസാന ഇനയിൽ കോഡ് ലെറ്റർ 142. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹമുള്ള കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണദൂതരായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിനം. ഈ അവസരത്തിൽ അവിടുത്തെ മദീനയിൽ നിന്ന് അല്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അറിവ്, ശക്തി, ഭക്തി, സ്വഭാവം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ജ്വലിച്ചു നിൽക്കുന്ന പ്രഭയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങളിൽ അറിവും ഭക്തിയും അധികരിച്ചവൻ ഞാനാകുന്നു. എനിക്ക് മുൻഗാമികളുടെ അറിവ് നൽകപ്പെട്ടിരിക്കുന്നു. അറിവിന് അതിൻ്റെതായ മഹത്വം നൽകുന്ന മതമാണ് ഇസ്ലാം. ഭൗമോപരിത സൃഷ്ടികളിലെ ഉന്നതനാണ് മനുഷ്യൻ. ഭൂമിയിലുള്ള ചേതന അചേതന വസ്തുക്കളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് അവന്റെ അറിവും വിവേകവും കൊണ്ടാണ്. തന്റെ ചിട്ടയായ ജീവിത ലക്ഷ്യങ്ങളെ തേടിപ്പിടിക്കാനുള്ള ഒരു പ്രധാന ആയുധമായിട്ടാണ് അറിവ് വർദ്ധിക്കുന്നത്. ഒരു ഭാഷ പഠിച്ചാൽ നിനക്ക് ഒരു ചിറക് മുളച്ചു, 2 ഭാഷ പഠിച്ചാൽ നിനക്ക് 2 ചിറക് മുളച്ചു എന്ന പ്രശസ്ത നോവലിസ്റ്റ് ഷേക്സ്പിയറിന്റെ വാക്കുകൾ എത്ര പ്രസിദ്ധമാണ്. അറിവുള്ളവനും അറിവില്ലാത്തവനും സമന്മാരാണ് എന്ന പ്രസിദ്ധമായ ചോദ്യം ലോക ജനതയിലേക്ക് തൊടുത്തുവിട്ടുകൊണ്ട് ഖുർആൻ അറിവുള്ളവന്റെ സ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നു. ലോകത്തുള്ള എല്ലാ മതങ്ങളും അറിവിന് പ്രാധാന്യം കൽപ്പിച്ചതായി നമുക്ക് കാണാം. വിദ്യ മനുഷ്യന്റെ കളഞ്ഞുപോയ സ്വത്താണ്, അതെവിടെ കണ്ടാലും പെറുക്കിയെടുക്കുക എന്ന് അറിവിനെ മനുഷ്യന്റെ അമൂല്യമായ സ്വത്തിലൂടെ ഉപമിച്ചുകൊണ്ടുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് അറിവിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന 2 സഹോദരന്മാരെ, ഒരാൾ അറിവ് തേടുന്നവനും മറ്റൊരാൾ കുടുംബത്തിന് വേണ്ടി വരുമാനം കണ്ടെത്തുന്നതിനുമായിരുന്നു. ഇദ്ദേഹം അറിവ് തേടുന്ന സഹോദരനെ പറ്റി പരാതി പറഞ്ഞ സമയത്ത് അവനെ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ജോലിയിൽ ബർക്കത്ത് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് അറിവിന്റെ മഹത്വത്തെ പഠിപ്പിച്ചു കൊടുത്തു. മനുഷ്യന് വേണ്ടത് ധാർമ്മിക വിദ്യയാണ്. ഇന്ന് ലോകത്തിൽ നിന്നും മാഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അത് തിരിച്ചെടുക്കാൻ വിദ്യാർത്ഥി സമൂഹം നമ്മളിവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അറിവിലൂടെ നാം പകരേണ്ടത് ധർമ്മപ്രകാശത്തെയാണ്. അതിനുള്ള പ്രചോദനമാകട്ടെ എൻ്റെ വാക്കുകൾ. റബ്ബി സിദ്നാ ഇൽമാ, റബ്ബി സിദ്നാ ഇൽമാ, റബ്ബി സിദ്നാ ഇൽമാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളാൽ ഹൗദുൽ കൗസർ കോരി കുടിക്കാനും നമ്മെ എല്ലാവരെയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നിങ്ങളുടെ ദുആയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണം എന്ന വസിയത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.